സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരും എറണാകുളത്തും കടലേറ്റമുണ്ടായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി. ഫോർട്ട് കൊച്ചി, വൈപ്പിൻ ബീച്ചുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം കരുംകുളത്ത് വീടുകളിൽ വെള്ളം കയറി. പെരുമാതുറ, അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. 15 സെന്റ് സ്ഥലവും ഒരു 5-6 മുറിയുടെ വാർത്ത വീടുക. 10 ലക്ഷം രൂപ അവർ തരത്തുള്ളൂ ഇത് കൊടുത്താൽ. എന്നാൽ 10 ഇങ്ങോട്ട് തന്നേ ഞങ്ങൾ എവിടെയെങ്കിലും പോയി 2 സെൻറ്റെങ്കിലും മേടിച്ച് എവിടെയെങ്കിലും കിടക്കത്തില്ലേ? അതും തരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിടക്കാനിടമില്ലാതിരിക്കുക. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങളുടെ വീട് 10-15 ലക്ഷം രൂപ മുടക്കി വെച്ച വീടായിരുന്നു. അതാണ് കല്ല് പോലും ഇട്ട് തരാതെ അവർ ഞങ്ങളുടെ വീടെല്ലാം കടലെടുത്ത് പോയി. 4 മക്കൾ കിടക്കുകയാണ്, കുഞ്ഞു കുഞ്ഞു മക്കൾ. പോവാനും ഒരു ഇടവില്ല. ഒരു മുമ്പർമാർ ഇതുവരെ ഒന്ന് അന്വേഷിച്ചതില്ല. എന്താണ് നിലവരാണെന്ന് ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഈ തീരം മൊത്തം പോയി കഴിഞ്ഞു. നേരത്തെ ഇതിനേക്കാളും വലിയ തീരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. വോട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവരും വരും. BJP-ക്കാർ വരും, കോൺഗ്രസ്സുകാർ വരും, പിന്നെ CPM-കാർ വരും. ആരോട് പറയാനാ? വോട്ടിന്റെ സമയത്ത് എല്ലാവരും വരും, വന്നിട്ടങ്ങ് പോകും. ഞങ്ങൾക്ക് വലിയ കടലാവൃസമായിട്ട് ഞങ്ങൾ കിടന്ന് വെള്ളത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പിള്ളേരും വെള്ളത്തിലാണ്. ഏത് പള്ളിക്കൂടത്ത് എവിടെ പോയി കിടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അവർ ഒരുക്കി തരട്ടെ, ഞങ്ങൾ പോയി കിടക്കാം. അല്ലാണ്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അതുകൊണ്ട് എന്തിനാ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വേണം. മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തിവെച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം കടലേറ്റം രൂക്ഷമായ തൃക്കുന്നപ്പുഴയിൽ കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തലയോട് നാട്ടുകാർ ക്ഷോഭിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും, മനീഷ് മഹിപ്പാൽ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. ആദ്യം MG പ്രതീഷിലേക്ക്. MG പ്രതീഷ്, നേരത്തെ നമ്മൾ കണ്ടതാണ് പൊഴിയൂരിലൊക്കെ എത്രത്തോളം ദുരിതത്തിലാണ് അവിടെ ഉള്ളവർ എന്നുള്ളത്. അതിൽ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? കളക്ടർമാരുടെ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. അനുജ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംസ്ഥാനത്തെ തീരമേഖലകളിൽ വലിയ തരത്തിലുള്ള കടലാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരം പൊഴിയൂരിലാണ് അത്തരത്തിൽ കടലാക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമാവുകയും തീരമേഖലയിലുള്ളവരെ അത്രത്തോളം ബാധിക്കുകയും ചെയ്തത്. പൊഴിയൂരിൽ വലിയ നാശനഷ്ടമാണ് ഈ കടലാക്രമണത്തിൽ ഉണ്ടായത്. വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം പൊഴിയൂരിൽ ഉണ്ടായത്. ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട അധികാരികളോ ആരും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതിൽ വലിയ പരാതികളും ആരോപണങ്ങളും മത്സ്യത്തൊഴിലാളികൾ അടക്കം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെയും ഈ പൊഴിയൂരിലെ ഈ പ്രശ്നങ്ങൾ അധികാരികളോട് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ കടൽഭിത്തി അടക്കം നിർമ്മിക്കാത്തതാണ് ഇത്തരത്തിൽ കടൽക്ഷോഭത്തിന് കാരണം എന്നതാണ് തീരവാസികൾ അടക്കം പറയുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് അവർ. വൈകിട്ട് ഏറെ വൈകിയും ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നാലെയാണ് പൊഴിയൂരിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ, തീരമേഖലയിൽ കഴിയുന്നവർ അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ തീരമേഖലയിലുള്ളവർ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. അധികാരികളോട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഓരോ കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ തീരമേഖലകളിൽ വലിയ തരത്തിലുള്ള കടലാക്രമണങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ അർദ്ധരാത്രി വരെ തീരമേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഒപ്പം ബീച്ചുകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടിയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ഇപ്പോൾ തീരമേഖലകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലടക്കം ഈ തീരമേഖലകളിലെ സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. പൊഴിയൂരിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും ശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന സാഹചര്യമാണുള്ളത്. വീടുകളിലേക്കടക്കം വെള്ളം കയറി ജനജീവിതമാകെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. അനുജ.